കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, ശത്രുവായി കഴിഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ്, അവരുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല, അതൊരുപാട് ദോഷത്തിന് കാരണമാകും. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ലോകത്തിനോടുള്ള മൈത്രി ദൈവത്തിനോടുള്ള ശത്രുതയാണ്. അപ്പോൾ ലോകത്തിനോടുള്ള മൈത്രി എന്ന് പറയുമ്പോൾ ലോകം, അതിലുള്ള വസ്തുക്കൾ, വ്യക്തികൾ, സിനിമയാകാം, സീരിയലാകാം, ഫേസ്ബുക്കാകാം, വാട്സപ്പാകാം, റീൽസാകാം, ഇൻസ്റ്റഗ്രാം ആകാം, ഭക്ഷണമാകാം, വസ്ത്രമാകാം, ഭക്ഷണമാകാം, പാർപ്പിടമാകാം, അതുപോലെ വ്യക്തികളാകാം, പ്രസ്ഥാനങ്ങളാകാം, ശക്തിയാകാം, കഴിവാകാം, സൗന്ദര്യമാകാം, നമ്മുടെ ആഗ്രഹങ്ങളാകാം, നമ്മുടെ അഭിലാഷങ്ങളാകാം. അങ്ങനെ ലോകത്തിനോടുള്ള മൈത്രി ദൈവത്തിനുള്ള ശത്രുതയാണ്. ഒരു ചെറിയ പേനയോടുള്ള അറ്റാച്ച്മെൻറ്റ് മതി. അപ്പോൾ ഏത് വസ്തുവിനോടോ വ്യക്തിയോടോ ശക്തിയോടോ ഏതെങ്കിലും പ്രസ്ഥാനത്തിനോടോ ദൈവത്തെക്കാളും കൂടുതലായിട്ട് അടുപ്പം വന്നാൽ, അല്ലെങ്കിൽ ആ വസ്തുവിനോട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വന്നാൽ, നാം അറിയാതെ ദൈവത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവും. അതാണ് പറയുന്നത്, ലോകത്തിനോടുള്ള മൈത്രി ദൈവത്തിനോടുള്ള ശത്രുതയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശത്രുവാകാതിരിക്കാൻ, ലോകത്തിൻ്റെ മിത്രമാകാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തിരികെ വരുന്നു ഞാനാബാ പിതാവേ, തിരികെ വരുന്നു ഞാൻ, തിരികെ വരുന്നു ഞാനാബാ പിതാവേ, തിരികെ വരുന്നു ഞാൻ. അനുതാപമേറും ഹൃദയമോടെ തിരികെ വരുന്നു നിൻ തിരുസന്നിധേ, തിരികെ വരുന്നു ഞാനാബാ പിതാവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.